നമ്മുടെ കേരളക്കാർ നന്നായി മീൻ കഴിക്കുന്നവരാണ്. ചിലപ്പോൾ മീനിന്റെ മുള്ളടക്കം ഞങ്ങൾ കഴിക്കാറുണ്ട്. പക്ഷെ ഇതേ മീൻ നമുക്ക് നല്ലൊരു പണിയും തരാറുണ്ട്. ചിലപ്പം തൊണ്ടയിൽ അങ്ങ് കുടുങ്ങും. ഇങ്ങനെ മീൻ മുള്ള് തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കണം ഞാൻ പറയാം. ഒന്ന്, മീൻ മുള്ള് കുടുങ്ങി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് ചുമച്ച് നോക്കുക. വീണ്ടും അവിടെ തന്നെ ഉണ്ട് എന്നാണെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ച് നോക്കുക. വീണ്ടും അവിടെ തന്നെ ഉണ്ട് എന്നാണെങ്കിൽ പഴം എന്ത് ചെയ്യുക, പഴം സ്മാഷ് ചെയ്ത് അല്ലെങ്കിൽ ബ്രെഡ് വെള്ളത്തിൽ മുക്കി സോഫ്റ്റ് ആക്കിയതിന് ശേഷം വിഴുങ്ങി നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് 2-3 മിനിറ്റ് കാത്തുനിന്ന് വീണ്ടും അവിടെ തന്നെ മീൻമുള്ള് ഉണ്ട് എന്ന തോന്നലാണെങ്കിൽ ഒരു എൻഡോസ്കോപ്പി സൗകര്യമുള്ള അടുത്തുള്ള ENT സർജൻ്റെ അടുത്ത് പോവാം. ചിലപ്പം ഒരു ടോർച്ച് അടിച്ച് എടുക്കാവുന്ന മീൻമുള്ളായിരിക്കാം. അതല്ലെങ്കിൽ ചെറിയൊരു എൻഡോസ്കോപ്പി പ്രൊസീജിയർ OPDയിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് മീൻമുള്ള എടുക്കാൻ പറ്റാറുണ്ട്. ഒരിക്കലും വലിയ പഴം പീസായി അങ്ങനെ വിഴുങ്ങാതിരിക്കുക. അതേപോലെ വിരൽ വായിലിട്ട് മീൻമുള്ളുണ്ടോ എന്ന് തപ്പി നോക്കാതിരിക്കുക. ഛർദ്ദിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ മീൻമുള്ള് നമ്മൾ അന്നനാളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അത് കഴുത്തിലോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സങ്കീർണമായ ഓപ്പൺ സർജറിയിലൂടെ, നെക്ക് സർജറിയിലൂടെ മാത്രമേ പിന്നീട് ആ മീൻമുള്ള് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ മീൻമുള്ള് വിഴുങ്ങിയാൽ ശ്രദ്ധിക്കുക.